വ്യത്യസ്തമായ രസക്കൂട്ടിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പാചകം ചെയ്യുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാതളനാരങ്ങ അച്ചാറാണ് കേട്ടോ. ഇതിന് ഗണപതി നാരങ്ങ എന്നും കൂടി പറയാറുണ്ട്. ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ ആദ്യമേ വേവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമേ വേവിക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ നന്നായി വാഷ് ചെയ്ത് കുരുവെല്ലാം കളഞ്ഞ് ചെറുങ്ങനെ മുറിച്ചിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് മുളകും മല്ലിയും ഞാൻ വറുത്താണ് കേട്ടോ എടുത്തത്. പിന്നെ അതിലേക്ക് കായപ്പൊടി, ഞാൻ പൊടിയാണ് കായം യൂസ് ചെയ്തത്. കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് 2 പച്ചമുളകും പിന്നെ കറിവേപ്പില ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പുറത്ത് പോയിട്ട് കറിവേപ്പില പറിച്ചിട്ട് നല്ല മണം ഉണ്ടായിരുന്നു. ഫ്രഷ് കറിവേപ്പില ആയതുകൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തു. അതിനുശേഷം ഒരു ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ച് ഞാൻ വെളുത്തുള്ളിയാണ് കേട്ടോ ഉപയോഗിച്ചത്. ഇഞ്ചി അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അമ്മ ഇഞ്ചി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു വേവാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വെള്ളം പുളിവെള്ളം അല്ല കേട്ടോ, സാധാ വെള്ളം തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ ഞാൻ ആ മസാല ഇട്ട് പാത്രത്തിൽ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു കളർ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അത് വെന്തപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇറക്കാനായപ്പോൾ ഞാൻ ശരിക്കും നമ്മൾ ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങ് വെച്ചു. പിന്നെ തണിഞ്ഞപ്പോൾ ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വ്യത്യസ്തമായിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചില ആൾക്കാർ മധുരത്തിന് വേണ്ടിയിട്ട് ബെല്ലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ അധികം അച്ചാർ ഉണ്ടാക്കുമ്പോൾ വിനാഗിരി യൂസ് ചെയ്യാറില്ല കേട്ടോ, മോക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട്.